രുചിക്കൂട്ട് ബൈ രമ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയാണ്. നല്ല കുരുമുളകും സവാളയും എല്ലാ മസാലയും ഒക്കെ ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ മിക്സ് ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടി ഇച്ചിരി വലിയൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ചെറിയ 3 കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സ്പൂൺ ഉപ്പ് പൊടി ഇടാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇറച്ചി കഷ്ണങ്ങളിലെല്ലാം ആ പേസ്റ്റ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വെക്കാം. കുറച്ച് നേരം നമുക്കിത് സവാളയും മറ്റു സാധനങ്ങളും തയ്യാറാക്കുന്ന സമയത്തിനുള്ളിൽ ഇതൊന്ന് മിക്സിങ് ആയിട്ട് ഇരിക്കട്ടെ. ഇനി ഇതൊരു 5 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള ചേരുവകളാണിത്. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി പൊളിച്ചത്, ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക്, 1 കിഴങ്ങ്, 6-7 കഷ്ണം തേങ്ങാപ്പൂള്, പിന്നെ 2 തക്കാളി. ചെറിയ ഉള്ളി നമുക്ക് അരിയണ്ട, അത് അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, ഞാനൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ കനം ഉള്ളത് കൊണ്ട് ഒന്ന് കനം കുറച്ച് ഒന്നെടുക്കാം. ഇത് നാടൻ തക്കാളിയല്ല, അല്ലാതെ ഉള്ള തക്കാളിയാണ്. ഇത് ചെറിയ മധുരമുള്ള തക്കാളിയാണ്. അപ്പോൾ ഇറച്ചിക്കറിക്ക് ഒരു മധുരമുള്ള തക്കാളി ചേർക്കുന്നത് നല്ലതാണ്. നമുക്കിനി ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 പട്ട, 1 സ്റ്റാർ, പിന്നെ 5-6 കുരുമുളക്, പെരിഞ്ചീരകം, 1 ഏലക്ക. ഇത്രയും സാധനം ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലോട്ട് നമുക്ക് ഇതും ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത ഒരു മണം വരും. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വേണ്ട, തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇളക്കാം. സവാള ഇടാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഇറച്ചിക്കകത്ത് നമ്മൾ എല്ലാം ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും സവാളയ്ക്കും ഉള്ളിക്കും ഇതിനെല്ലാം ഉപ്പ് രസം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ നമുക്ക് അടച്ചു വെക്കാം. ചിക്കൻ കറിക്ക് വേണ്ട മസാലക്കൂട്ടാണ് ഇത്. 3 സ്പൂൺ മുളക് പൊടിയുണ്ട്, 2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാല പൊടിച്ചത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം, പച്ചമണം ഒന്ന് മാറാം. അടുത്തത് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി, കാരണം മല്ലിപ്പൊടി കൂടുതലിട്ടാൽ അത് കുത്തലായിരിക്കും, ഇറച്ചി ടേസ്റ്റ് മാറും. അതുകൊണ്ട് മല്ലിപ്പൊടി എപ്പോഴും 1 സ്പൂണോ 1/2 സ്പൂണോ ഇട്ടാൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1/2 സ്പൂണാണ്. 1/2 സ്പൂൺ വലിയ സ്പൂണല്ല, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ. ഇനി നമുക്ക് മസാല പൊടിച്ചത്. മസാല ഞാൻ തന്നെ പൊടിച്ചതാണ്. പെരിഞ്ചീരകവും പട്ടയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് 1 ഏലക്കയും ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടവും മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം.
ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് തിരിഞ്ഞു വെച്ചിരിക്കുക. ഇത് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. നമുക്ക് ഇളക്കാം. ഇറച്ചിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തീ സ്വല്പം കുറച്ചു. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടാനും പിന്നെ നല്ല കുഴുകുഴായിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറച്ചിക്കറി വെക്കുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കാം. സ്വല്പം വിനാഗിരി, ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. സ്വല്പം വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കുറച്ച് മതി, ഒരുപാട് വേണ്ട, അത്രയും മതി. അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 2 സ്പൂണാണ്. നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ഓഫ് ചെയ്യാം ഗ്യാസ്. ഇച്ചിരി ആവി പോകത്തക്ക രീതിയിൽ അടച്ചു വയ്ക്കുക. കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കൊതിയൂർന്ന മണമൊക്കെ അടിക്കുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ആവി പോകത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് വയ്ക്കാം.